നല്ലൊരു സീ ഫുഡ് മീലാണിത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോർട്ട് കൊച്ചി ജങ്കാറിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ മറീന എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ മറീന റെസ്റ്റോറൻറ്റ് അവിടെ കാണുന്നുണ്ട്. ഇത് പണ്ട് മുതലുള്ള റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ ഒരു ടൂറിസ്റ്റുകളെ പിഴിയുന്ന സ്ഥലം നമ്മൾ ഇതുവരെ പോകാനാണ്. അപ്പോഴാണ് നമ്മുടെ ഈ കൂട്ടുകാരൻ വന്നത്. ഇവനാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇവിടുത്തെ ആംബിയൻസ് ആണ് ഏറ്റവും പൊളി. ലഞ്ചും ഡിന്നർ ഉണ്ടെങ്കിലും നമുക്ക് ഏത് സമയം ഈ ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പുകളും മറ്റ് കപ്പലുകളൊക്കെ പോകണം കാണാം. നല്ല കാറ്റുണ്ട്. ബാക്കിയുണ്ടെങ്കിൽ ഡോൾഫിൻസിനെയും കാണാൻ പറ്റും. 350 രൂപയ്ക്ക് സീ ഫുഡ് മീലും നോർമൽ മീലിന് 80-85 ആണ് ഇവിടുത്തെ വില. ഇതാണ് നമ്മുടെ സീ ഫുഡ് മീൽ. എന്തൊക്കെയുണ്ടെന്ന് അവിടുത്തെ ഓണർ തന്നെ പറയട്ടെ. നമ്മൾ കൂന്തലാണ്, കൂന്തൽ ഫ്രൈ, ചെമ്മീൻ റോസ്റ്റ്, കക്ക, മോര്, സാമ്പാർ, വെജ് കുർമ, മത്തങ്ങ അരിശ്ശേരി, ബീട്രൂട്ട്, അച്ചാറ്, പായസം, മീൻകറി, മീൻ വറുത്തത്. ഇത്രയും സീ ഫുഡ് കോമ്പോ വരും. പിന്നെ നമുക്ക് ഇതുണ്ടല്ലേ, അതും സീ ഫുഡ് കോമ്പോയിൽ ഇൻക്ലൂഡ് ആണ്. ക്രാബ് ഇത്ര ഉണ്ടാവില്ല. നമ്മളിപ്പോൾ 3 പേര് ഒന്നിച്ചെടുത്തോണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്നിച്ച് വെച്ചു എന്നേ ഉള്ളൂ. ഈ മീനും മറ്റു കാര്യങ്ങളും രാവിലെ പേഴ്സണലി പുള്ളി പോയി വാങ്ങി വന്നാണെന്നാണ് പറഞ്ഞത്. പപ്പടം വറ്റൽമുളകും പറയാൻ മറന്നുപോയി. പോലത്തെ വറുത്തരച്ചൊരു ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, പിന്നെ ഒരു ഫിഷിൻ്റെ ഫ്രൈയും. ഒരു തലക്കന്ന് അങ്ങോട്ട് ആക്രമണം തുടങ്ങാൻ പോകും. അതിനു വേണ്ടി ആദ്യം പാത്രത്തിൽ സ്ഥലം കുറച്ചുണ്ടാക്കണേ. നമ്മൾ ചോറിലേക്ക് ആദ്യം ഒഴിച്ചത് മീൻകറിയാണ്. മീൻകറി എന്ന് പറഞ്ഞാൽ ഒരു നാടൻ മീൻകറിയാണ്. എൻ്റെ നാട്ടിലെ മീൻകറിയല്ല, ഒരു എറണാകുളം കൊച്ചി സ്റ്റൈലൊരു മീൻകറി. അതിനുശേഷം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഫിഷാണ്. അയില പൊരിച്ചതാണിത്. നല്ല കിടില മസാല ഉണ്ട്. കണ്ടാൽ തന്നെ അറിയാം, നല്ല മസാലയൊക്കെ പരട്ടിയിട്ട് പൊരിച്ചിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു കറി സാമ്പാറാണ്. സീ ഫുഡ് ആണെങ്കിലും വെജ് കറികളൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്യണമല്ലോ. മോശം പറയാൻ പറ്റാത്തൊരു സാമ്പാർ, അത്രേ ഉള്ളൂ. സാമ്പാർ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ മെയിൻ ഐറ്റമായ ചെമ്മീനാണ്. ചെമ്മീൻ റോസ്റ്റ് ആയതുകൊണ്ട് ലൈറ്റ് മധുരം നമുക്ക് ഫീൽ ചെയ്യും. തക്കാളിയിൽ നിന്ന് മുള്ളിൽ നിന്നൊക്കെയാണ്. കുറച്ച് എരിവുണ്ട്, എന്നാൽ നല്ല ഒരു ഫ്ലേവറാണ് നമുക്ക് ചെമ്മീൻ്റെ കിട്ടും ചെയ്യും. നെക്സ്റ്റ് കൂന്തൽ ഫ്രൈ ആണ്. നല്ല കരിവേപ്പിലൊക്കെ ഇട്ട കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്രൈ. ഇപ്പോൾ റബ്ബറി ആവാൻ സാധ്യത ഉണ്ട്. നോക്കിയപ്പോൾ ചെറിയൊരു റബ്ബറി ടേസ്റ്റ് ഒക്കെ ഉണ്ട്, എങ്കിലും കൂന്തലിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കിട്ടുണ്ട്. അടുത്തത് കക്ക റോസ്റ്റോ കക്ക ഫ്രൈ എന്തോ ആണിത്. പക്ഷെ കക്ക നല്ല ബ്രൗൺ ആൻഡ് ഡാർക്ക് കളറാണ്. കുരുമുളക് ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് എരിയും. നമുക്ക് നാവും അതുപോലെ തൊണ്ടയിലൊക്കെ കുരുമുളകിൻ്റെ ഫീൽ വരും. നമ്മൾ എക്സ്ട്രാ മേടിച്ച ചിക്കൻ കറിയാണിത്. എക്സ്ട്രാ മേടിച്ച ചിക്കൻ കറി ഉണ്ട്, ബീഫ് ഉണ്ട്, നമുക്ക് അതുപോലെ ഒരു എക്സ്ട്രാ വലിയൊരു മീനുണ്ട്. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വലിയൊരു ഡീറ്റെയിൽ യൂട്യൂബ് വീഡിയോ വേറെ വരാനുണ്ട് വ്ളോഗായിട്ട്. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ഞണ്ടിലേക്ക് പോവാം. ഒരു സീ ഫുഡ് കോമ്പോയിൽ ഒരു ഞണ്ടിൻ്റെ പകുതി പിന്നെ അതിൻ്റെ റോസ്റ്റും ആയിരിക്കും ഇൻക്ലൂഡ് എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പലർക്കും ഞണ്ട് ഇഷ്ടമല്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ട്, അത് തിന്നാലും മെനക്കെടുണ്ട്, അത്ര ക്ഷമയില്ലാത്തവരുണ്ട്. നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിൽ നമ്മൾ ഞണ്ട് കഴിക്കുക ചെയ്തു. സംഭവം നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സീ ഫുഡ് കോംബോ ആണെങ്കിലും ബീഫ് നമ്മൾ എക്സ്ട്രാ മേടിച്ചാണ്. അവസാനമായപ്പോൾ ഇത് ടേസ്റ്റ് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത രീതി നമ്മുടെ വയറ് ഫുള്ളായിരുന്നു. നമ്മൾ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് കാലിയാക്കിയിരുന്നു. മോരും പായസമൊക്കെ കൂട്ടി നമ്മൾ ആ മീൽ അവസാനിപ്പിച്ചു. ഒന്നും വേസ്റ്റ് ആക്കിയില്ല, കുറച്ച് സാലഡുകളല്ലാതെ. അപ്പം നിങ്ങൾ ഫോർട്ട് കൊച്ചി പോവുകയാണെങ്കിൽ സീ ഫുഡ് മീല് കഴിക്കാൻ വേണ്ടി പോകാൻ പറ്റുന്ന ഒരു നല്ല ഇടമാണ്, നല്ല ആംബിയൻസും ആണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം aaHarem.